നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതായി ഗീവർഗീസ് മാർ കൂർലോസ്. 15 ലക്ഷത്തിലേറെ രൂപ നഷ്ടമായി. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെന്ന വെളിപ്പെടുത്തലുമായി യാക്കോബായ സഭ നിരണം ഭദ്രാസനൻ മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് രംഗത്ത്. മുംബൈ സൈബർ വിഭാഗം, CBI എന്നീ ഏജൻസികളിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച സംഘം 15 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഗീവർഗീസ് കൂർലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസ് കേസെടുത്തു. 8ാം ക്ലാസ് മുതൽ ഇനി എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നു. വിജയിക്കാൻ മിനിമം മാർക്ക് ഉറപ്പാക്കും. 8ാം ക്ലാസ് മുതൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നു. ഹൈസ്കൂൾ തലം മുതൽ എഴുത്തു പരീക്ഷയിൽ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ആദ്യഘട്ടമായി 8ാം ക്ലാസ്സിലാണ് തീരുമാനം നടപ്പിലാക്കുന്നത്. 3 അധ്യയന വർഷം കൊണ്ട് ഹൈസ്കൂൾ തലത്തിലെ എല്ലാ ക്ലാസുകളിലും സബ്ജക്റ്റ് മിനിമം നടപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തെ കുട്ടികൾ പിന്നിൽ പോകുന്നത് ഹൈസ്കൂൾ ക്ലാസുകളിലെ ഉദാരമായ മൂല്യനിർണ്ണയം കൊണ്ടാണെന്ന വിമർശനം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. ഈ വിഷയത്തിൽ എഴുത്തു പരീക്ഷയിലും നിരന്തര മൂല്യനിർണ്ണയത്തിലുമായി 30% മാർക്ക് നേടിയാൽ ജയിക്കാമെന്നാണ് നിലവിലുള്ള രീതി. എല്ലാവരെയും ജയിപ്പിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കുകയാണ്. ഇനി മുതൽ ഓരോ വിഷയത്തിലും എഴുത്തു പരീക്ഷയിലും കുറഞ്ഞത് 30% മാർക്ക് നേടിയാലേ ജയിക്കാനാകൂ. ഇതാണ് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഫലം. കടം കൊടുത്ത പണം തിരികെ ചോദിച്ചത് ഇഷ്ടമായില്ല. കൊട്ടേഷൻ നൽകി പെൺസുഹൃത്ത്. യുവാവിന് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം ഗോവിന്ദമംഗലത്ത് വീട് കയറി യുവാവിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞ പ്രതികളിൽ 3 പേർ പിടിയിൽ. പെൺസുഹൃത്തിന് നൽകിയ കാശ് തിരികെ ചോദിച്ചതിനാണ് ഗുണ്ടാസംഘം യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ചത്. ഗോവിന്ദമംഗലം പഴശ്ശി ഹൌസിൽ അരുൺകുമാർ, ബന്ധു അനൂപ് എന്നിവരെയാണ് ഗുണ്ടാസംഘം ആക്രമിച്ചത്. സംഭവത്തിൽ വെമ്പായം സ്വദേശി ദീപക്, കവടിയാർ സ്വദേശി അല്ലമീൻ, മുട്ടത്തറ പരവൻകുന്ന് സ്വദേശി ദിലീപ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചെന്നൈയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. കേസിൽ 10ലധികം പ്രതികളുണ്ടെന്നാണ് വിവരം. അരുൺകുമാറിന് തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അരുൺകുമാറിന്റെ സഹോദരൻ മാർട്ടിൻ തന്റെ പെൺസുഹൃത്തായ പ്രീതിക്ക് 50,000 രൂപ കടം കൊടുത്തിരുന്നു. ഈ തുക തിരികെ ചോദിച്ചതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അന്വേഷണത്തിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ യുവാവിന്റെ പെപ്പർ സ്പ്രേ പ്രയോഗം. ചെങ്ങന്നൂരിന് സമീപം വെൺമണിയിലാണ് സംഭവം. സ്റ്റേഷനിലെ ഫോണിൽ സ്ഥിരമായി വിളിച്ച് അസഭ്യം പറയുകയും SHOയുടെ ഔദ്യോഗിക ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കുകയും ചെയ്ത യുവാവിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വെൺമണി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം എത്തിയത്. പ്രാഥമിക അന്വേഷണത്തിൽ പുന്തല മേലേപ്പറമ്പിൽ വിനീഷ് മോഹനാണ് പ്രതിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ പോലീസുകാർക്ക് നേരെ അപ്രതീക്ഷിതമായി യുവാവ് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു. SHO MC അഭിലാഷ്, CPO ശ്യാം എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. തുടർന്ന് മറ്റു പോലീസുകാർ ചേർന്ന് വിനീഷിനെ കീഴ്പ്പെടുത്തി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവാവിന് ഏതെങ്കിലും തരത്തിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോട്ടയം നഗരസഭയിൽ മുൻ ക്ലർക്ക് തട്ടിയത് 3 കോടി. പരാതി നൽകി നഗരസഭാ സെക്രട്ടറി. കോട്ടയം നഗരസഭയിൽ പെൻഷൻ വിതരണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ്. 3 കോടിയിലധികം രൂപ ജീവനക്കാരൻ തട്ടിയെടുത്തതായി കണ്ടെത്തി. നഗരസഭയിലെ പെൻഷൻ വിഭാഗം മുൻ ക്ലർക്ക് അഖിൽ C വർഗീസിനെതിരെ നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. ഇയാളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഫാമിലി പെൻഷൻ തുക മാറ്റിയായിരുന്നു തട്ടിപ്പ്. ഓരോ മാസവും 5 ലക്ഷം രൂപ വീതം മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. 2020 മുതൽ 2023 വരെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. നിലവിൽ ഇയാൾ വൈക്കം നഗരസഭയിലാണ് ജോലി ചെയ്യുന്നത്. കൊല്ലം സ്വദേശിയായ ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കോട്ടയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.